ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ചാനൽ ആദ്യമായിട്ടാണ് സബ് ചെയ്യാൻ മറക്കരുത്. ഇന്ന് വർക്കിന് ഇറങ്ങിയില്ല, രണ്ടുപേര് ലീവായി. ഇന്നലെ ഇപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ കൊണ്ടുകൊണ്ട് രണ്ടുപേര് ലീവായി. മെയിലും കൈ വേദനിച്ചിട്ട് ചെയ്യാണ്ട് രണ്ടാം ലീവ്. ശരി പറഞ്ഞാൽ ലീവ് മൊത്തത്തിൽ ലീവാക്കി. വീട്ടിൽ നിന്ന് പോസ്റ്റ് അടിക്കാൻ തുടങ്ങി. അപ്പം എന്നാൽ വീട്ടിൻ്റെ അവിടുത്തെ ഒരു ഇടവഴി കൂടെ ചുമ്മാ നടക്കാമെന്നല്ല ഇറങ്ങിയതാണ്. കേട്ടോ ഗൈസ്, പണ്ടത്തെ ഇടവഴി കേട്ടോ. ഇത് ഫുള്ള് റബ്ബറായിരുന്നു, പക്ഷെ ഇപ്പോൾ മൊത്തം വെട്ടി മൊത്തം കവുങ്ങ് വെച്ച് ഇവിടെയൊക്കെ. ഇങ്ങനെ ഒരു ഇടവഴിയാണ്. ഒക്കെ നൊസ്റ്റാൾജിയാണ് ഗൈസ്, നൊസ്റ്റാൾജിയ. എത്ര വട്ടത്തിനൊക്കെ നടന്നെന്നറിയോ? പണ്ട് കുറേ നടന്ന വഴികളാണ്. അന്ന് ഈ കമ്പയിലൊന്നുമില്ല കേട്ടോ, ഇവിടെ ഫുള്ള് റബ്ബറായിരുന്നു. രണ്ട് സൈഡും കമ്പയിലില്ലാത്ത മുകളിൽ കാണുന്ന ഗ്രൗണ്ടാണ് ഞങ്ങളുടെ പണ്ടത്തെ. ഇങ്ങനത്തെയൊക്കെ വഴി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരു പ്രത്യേക ക്ലൈമറ്റാണ് ഇതിനെ വരാൻ തന്നെ, ഒരു വൈബാണ് ഇതിനെ നടക്കാൻ. നേരെ ചെന്നിട്ട് പാടത്തിൻ്റെ അടുത്തും, പാടം കയറി കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്ത് റോഡുണ്ട്. ചുമ്മാ അവിടെ നിന്ന് ഇങ്ങനെ പോസ്റ്റ് അടിച്ചപ്പോൾ ആരും ഇല്ല കേട്ടോ. മൊത്തം കവുങ്ങുംതൊടിയാണ്, അപ്പോൾ ഫുള്ള് കവുങ്ങുംതൊടിയായി. ഇവിടെ നിന്നൊക്കെ എത്രങ്ങാനും മീൻ പിടിച്ചിട്ടുണ്ടെന്നറിയോ? ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഓരോ കഴായി ഉണ്ട്, അപ്പം അതിലൊക്കെ ഫുള്ള് മീൻ വരും. അപ്പോൾ എന്നാൽ അവിടെ നിന്ന് കുറേ പിടിച്ചിട്ടുണ്ട്. ഇതിലൊക്കെ മീൻ വരും കേട്ടോ. ഇത് മൊത്തം ഇതിലൊക്കെ രണ്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതിലൊക്കെ ഫുള്ള് വെള്ളമായിരിക്കും. ഇതിലൊക്കെ മീൻ കയറി വരും, മുകളിൽ നിന്ന് പാടത്തുനിന്ന് മൊത്തം മീൻ കയറി വരും. എന്നൊക്കെ കുറേ മീൻ പിടിച്ചിട്ടുണ്ട്. ഇതന്നെയായിരുന്നു പണ്ട് പരിപാടി, മീൻ പിടിക്കുക. മദർസ വിട്ട് സ്കൂളില്ലെങ്കിൽ നേരെ ഇവിടെ വരിക, മീൻ പിടിക്കുക. ഇത്ര തല്ലിട്ടിരിക്കണത് വാപ്പാനേന്നൊക്കെ ഇവിടെ മീൻ പിടിക്കാൻ വന്നിട്ട് കുറേ തല്ലിട്ടിട്ടുണ്ട്. ഇതിനൊക്കെ ആട്ടി തല്ലിൻ്റെ എന്നെയൊക്കെ മീൻ പിടിക്കാൻ വന്നിട്ട് വള്ളത്തിൽ കളിച്ചിട്ട് പറഞ്ഞിട്ടേ ഫുള്ള് അടിയൊക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ പിന്നെ വർക്കിന് ഇറങ്ങുന്ന സമയത്ത് ഇതിൽ കുറേ റബ്ബറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ റബ്ബർ വെട്ടാൻ വരിക, ആ പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട്. റബ്ബർ വെട്ടാൻ പോയിട്ടുണ്ട്, കുറേ പണിക്ക് പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ അപ്പുറത്ത് ഇപ്പോഴും റബ്ബറുണ്ട്. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വൈബാണ് ഇതിനെ പോവാൻ. വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ വഴിയെ കാണുമ്പോൾ ഒരു നൊസ്റ്റാൾജിയ കിട്ടും, നൊസ്റ്റാൾജിയ. ആരും ഇല്ല ചെക്കന്മാർ. നെല്ലിക്കാട് പോയി ഞാൻ. നെല്ലിക്കാട് പോയപ്പോൾ ആരും കാണാനില്ല, അവിടെ നിന്ന് ആരും കാണാനില്ല. വിളിച്ച് വെച്ചപ്പോൾ 2-3 പേർക്ക് വിളിച്ചപ്പോൾ എല്ലാവരും വർക്കിന് ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ മാത്രം ലീവായിട്ടുള്ളൂ. ഇന്നിപ്പോൾ ഈ വീഡിയോ ഇട്ടതിൻ്റെ ഇടയിൽ വല്ല പണിക്കും പോടാന്നുള്ള കമൻറ്റ് വരും. അതെനിക്ക് കുഴപ്പമില്ല, നിങ്ങൾ ഇട്ടോളി. നിങ്ങൾ നെഗറ്റീവ് കമൻറ്റ് അടിക്കുന്നതാണ് എനിക്കൊരു എനർജി. പിന്നെ ഇന്നലെ വീഡിയോ ഇട്ടപ്പോൾ മുഖത്തൊരു ടെൻഷൻ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്തിനാ മോനെ ടെൻഷൻ എന്നൊക്കെ ചോദിച്ചിട്ട്. വഴി നോക്ക്, ഇതിനൊക്കെ പണ്ട് വരാൻ നല്ല പേടിയാട്ടാവും. ഇവിടെ നിന്ന് ആളും വെളിച്ചില്ലാത്ത സ്ഥലങ്ങളാണ്. എന്നുവെച്ചാൽ ഫുള്ള് പേടിയുള്ളൊരു സ്ഥലമായിരുന്നു. ഇതിന് മദർസോട്ടൊരു കൂട്ടുകാരനെ കൊണ്ടാക്കാൻ വേണ്ടി ഇത് നടന്നു വരും ഒറ്റയ്ക്ക്. അവനെ അങ്ങോട്ട് ആക്കുമ്പോൾ ആളുണ്ടാവും, പക്ഷെ തിരിച്ച് വരുമ്പോൾ ആരും ഉണ്ടാവില്ല. ഒറ്റയ്ക്ക് ഇതിനൊക്കെ ഓടിയുണ്ട് കണ്ടോ. ഇവിടെ പശുണ്ട്, ഒരു കല്ല്. അപ്പോൾ ഇങ്ങനെ ഇറങ്ങിയതാ. ഇത് നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ റബ്ബർത്തോടിയാണ്. ഇതൊക്കെ നമ്മുടെ കൂട്ടുകാരന്മാരുടെ തന്നെ. നേരെ എത്തണ്. ഞാൻ അന്നിട്ടപ്പോൾ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അടിപൊളി സ്ഥലം, വൈബ് സ്ഥലം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റ് ഇട്ടു. ഞാൻ ഇതിൻ്റെ മുന്നേ വന്നിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അടിപൊളി സ്പോട്ടാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും കൂടി അതിനെ പോയി വീഡിയോ എടുക്കുക എന്നുള്ള ലെവലിൽ ഇറങ്ങിയതാ. ചേട്ടാ ഇല്ല, ഇന്ന് ലീവായി. ഇന്ന് ചെക്കന്മാർ ലീവായിട്ടേ മേലും കൈ വേദന പറഞ്ഞിട്ട്, ഇന്നലെ പനി കൊണ്ടേ. അപ്പോൾ എന്നാൽ ശരി പറഞ്ഞിട്ട്, ഇന്നലെ നല്ല മഴ ഉണ്ടായിരുന്നല്ലോ, ആ മഴയൊക്കെയാണ് കൊണ്ടുണ്ട് ചെക്കന്മാർ. ആ വാണിയംകുളത്തൊക്കെ നല്ല മഴ. ആ മഴ കൊണ്ട് ചെക്കന്മാരൊക്കെ പനി പിടിച്ചു പറഞ്ഞു. മേലും കൈ വേദനയും പനിയൊക്കെ എത്ര. പാടത്തെത്തിട്ടോ. അത് ഏതാ വൈബ് മക്കളെ, അങ്ങനെ ഒരു വൈബ് ഫുള്ള് പാടാട്ടോ. ഈ പാടം ഞാൻ ഇന്നലെ വീഡിയോയിൽ ഇട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ ആ വഴിയാണ് വന്നത്. അത് അവിടെ ഒരു വഴിയുണ്ടോ, ഇതൊരു വഴിയുണ്ടോ, ഈ വഴി കൂടെ വന്നിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷെ ഇത് എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ട് കൂടെ ഉള്ള വഴി കൂടെ വന്നിട്ടാണ്. അവിടെ ഒരു കുളം ഉണ്ട് കേട്ടോ. ഇതൊക്കെ എൻ്റെ ഒരു കുളം, ചെറിയ കുളം. അവിടെ ഒരു വീട്, പിന്നെ അവിടെയാണ് കോളേജ്. ആ കാണാണ് കോളേജ്. കോളേജ് പറയാൻ പറ്റില്ല, ഈ എന്താ പറയുക, എന്തപ്പം അതിന് പറയുക, ഈ ചെറുതായിട്ടൊക്കെ അസുഖങ്ങളുള്ള കുട്ടികളുണ്ടാവുമല്ലോ, ഈ മെൻ്റലല്ല, ഒരു നോർമൽ ലെവലല്ലാത്ത കുട്ടികൾ, ആ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു കോളേജാണ്. വലിയ സെറ്റപ്പാട്ടോ, സെറ്റപ്പാ. അവർക്ക് തന്നെ താമസിക്കാനുള്ള വീടും കാര്യങ്ങളും, അവരുടെ ഫാമിലിക്ക് താമസിക്കാനുള്ള വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ.
അടിപൊളിയാണ്. അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ സെറ്റാണ്. അതിൻ്റെ ഉള്ളിൽ കയറാൻ പെർമിഷൻ വേണം ആദ്യം, എന്നാലും അതിൻ്റെ ഉള്ളിൽ കയറ്റി വിടുള്ളൂ. പിന്നെ എവിടേക്ക് വന്നാണെന്നൊക്കെ അവിടെ എഴുതി കൊടുക്കണം സെക്യൂരിറ്റിൻ്റെ അടുത്ത്. ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിനുള്ളിലേക്ക് പോകാൻ തന്നെ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് കഴിഞ്ഞാൽ അതിനുള്ളിൽ കയറ്റി വിടുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. ഉമ്മല്ല വീട്ടിൽ, ആ വീട്ടിൽ നിന്ന് വീഡിയോ എടുക്കാൻ വിചാരിച്ചു. പക്ഷെ ഉമ്മ രാവിലെ പോയി. ഉമ്മനെ രാവിലെ അവിടെ കൊണ്ടാക്കി. പിന്നെ ഞാനങ്ങനെ വീട്ടിൽ വന്ന് ചായയും കുടിച്ച് അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി. കുറേ നേരം അവിടെ പോയിരുന്നു, നെല്ലിക്കാട് പോയിരുന്നു. ഞാൻ അവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് അവിടെ വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റി. അപ്പോൾ എന്തായാലും ഗൈസ് ഇനി അങ്ങനെ തന്നെ നടക്കണം. ചുമ്മാ അങ്ങോട്ട് നടന്നു, ഇനി അങ്ങനെ തന്നെ നടക്കണം. നടക്കാനും വയ്യ ഗൈസ്, കുറേ നടന്നിട്ട്. ഈ വണ്ടി കിട്ടിയതിൻ്റെ ശേഷം നടത്തൊന്നുമില്ല ഇപ്പോൾ. എപ്പോഴെങ്കിലും വണ്ടി സർവീസിനൊക്കെ കയറ്റുമ്പോൾ മാത്രമേ നടത്തമുള്ളൂ, അല്ലാണ്ട് നടത്തമൊന്നുമില്ല. നടത്തമെന്ന് പറയാനൊന്നും ഇല്ല ഇപ്പോൾ. ഈ പനയില്ലേ, ഈ പനയിൽ ഇളന്നലുണ്ടാവും. ആ ഇളന്നം വെട്ടാൻ വേണ്ടിയിട്ട് ഇതിൽ കയറും. ഈ പുളി ഉണ്ടോ, ഈ പുളിയിൽ കയറിയിട്ട് അതിൻ്റെ മുകളിൽ കയറിയിട്ട് അവിടെ നിന്ന് തോട്ടി പിടിച്ച് വലിക്കും. അതേപോലെ ഇത് അവിടെ ഉണ്ട് ഒന്ന്, അതിലൊക്കെ കയറിയിട്ടുണ്ട്. ലോക്ക്ഡൗൺ സമയത്തൊക്കെ തന്നെ പരിപാടി. ലോക്ക്ഡൗൺ സമയത്ത് ഇങ്ങനെ വരും, ഇതിൽ കയറും. ഇതപ്പുറത്തൊരു പനുണ്ട്, ആ പനയെ കയറും. അവിടെ നിന്ന് കയറി അതിൽ നിന്ന് വെട്ടും. ഇതൊക്കെ തന്നെ ലോക്ക്ഡൗണിൻ്റെ പരിപാടികൾ. അതൊക്കെ പിന്നെ അറിയുന്ന ആൾക്കാരെ ഇവിടെ ഒന്നും പറയാൻ നിൽക്കില്ല. അവർ പിള്ളേരെല്ലാവരും ഒന്നും പറയാൻ നിൽക്കില്ല. ഈ പുളിയിലൊക്കെ വലിഞ്ഞ് കയറും. അവിടെ ഒരു പുളിയുണ്ട്, വൻ പുളിയാണ്. ഈ പുളിയിൽ കയറി കഴിഞ്ഞാൽ ഫുള്ളായിട്ട് കിട്ടും. അതിൻ്റെ മുകളിൽ ഫുള്ളുണ്ടാവും. അത് മൊത്തം പൊട്ടിക്കും. പൊട്ടിച്ച് ഇവിടെ തന്നെ വെട്ടി കഴിച്ച് ഇവിടെ ഒരു പനുണ്ട്. ഇതിലൊക്കെ കയറാൻ അടുത്ത് മരങ്ങളുള്ളത് കൊണ്ട് ഈ ഭാഗത്തൊന്നും ഇത് ചന്ദനുണ്ട്. ഇത് ചന്ദനുണ്ട് കേട്ടോ, ചന്ദനും വേപ്പൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ ഫുള്ള് ഇത്. ഇവിടെ ഒരു കോറി ഉണ്ട് കേട്ടോ. കോറിയിൽ വെള്ളം ഉണ്ടാവട്ടെ, കോറി പോയി നോക്കാം. കുറേ കോറിക്ക് ഇറങ്ങിയിട്ട് ആദ്യമൊക്കെ പൊട്ടിച്ചിട്ടാണ് കോറി കേട്ടോ. പിന്നെ വീട്ടുകളിലേക്കൊക്കെ കല്ല് വരുമെന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കലൊക്കെ നിർത്തി. ഒരു മൂച്ചയൊക്കെ ഉണ്ട്, പാമ്പുണ്ടാവുന്ന പേടി അടച്ചാണ്. പാമ്പുണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാകും ഗൈസ്. അപ്പോൾ നോക്കട്ടെ കോറിയിൽ എന്താ അവസ്ഥ. അല്ലോ മയില് മയില് മുട്ടയിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ അവിടെ. ആണ്ടോ മയില് കിടക്കണുണ്ടോ ഗൈസ്? ആട്ടി കൊത്തുട്ടത് സീനാണ് ഗൈസ്. മയില് മുട്ടയിട്ടിട്ട് അവിടെ കിടക്കുന്നുണ്ട്. അത് പണിയാവും. കേട്ടോ കോറി ഗൈസ്, ഇതാണ് കോറി. ഇതിലാദ്യം പൊട്ടിക്കൊക്കെ ഉണ്ടാവും, പക്ഷെ പൊട്ടിക്കലൊക്കെ ഇപ്പം നിർത്തി. ഗൈസ് വന്ന വഴി പോവാ. ആ മയില് മുട്ടയിട്ട് കിടക്കുക. പക്ഷെ അതിൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ കൊത്തും, നല്ല കൊത്തും. സീനാണ്. അപ്പോൾ വന്ന വഴി തന്നെ തിരിച്ചു അങ്ങോട്ട് പോവാം, അല്ലെങ്കിൽ എനിക്ക് കൊത്തിട്ട്. അവർക്ക് ഇതേപോലെ അവിടെ ഇങ്ങനെ മുട്ടയിട്ടാണ് നമ്മുടെ കൂട്ടുകാരെ എടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ നോക്കാൻ വേണ്ടി പോയതാ സംഭവം. നോക്കാൻ പോയപ്പോൾ ആട്ടി കൊത്തിയവനെ വൻ സീനാക്കി അന്ന്. അതേപോലെ ചിലപ്പോൾ കൊത്തിട്ട് ഇതേ സ്ഥലത്ത് ഇതേ സ്പോട്ടിൽ തന്നെ അന്നുണ്ടായിരുന്നു. ഇങ്ങനെ ആൾ മെൽത്തൊന്നും വരാത്തത് കൊണ്ട് സീനാണ്. അപ്പോൾ പണി കിട്ടിയായിരുന്നു നൈസ്. പണി കിട്ടിയാൽ ഞാൻ ഓടേണ്ടി വരും അതിനെ. ഇനി എന്താ ചെയ്യുക, അങ്ങോട്ട് വരാം. അപ്പം അങ്ങോട്ട് തന്നെ പോവാം. അതിൻ്റെ കുരുത്തൻ്റെ വയസ്സ്, അല്ലെങ്കിൽ ഇപ്പോൾ പണി കിട്ടിയായിരുന്നു എനിക്ക്. ഞാൻ വീടെത്തിരി കാണാം വയസ്സ്. നടന്ന് ഇവിടെ എത്തിയിട്ടോ. അതാണ് ശരിക്കത്തെ ഇതുണ്ടോ, ഇവിടെ തന്നെ റോഡെത്തി. ഇതിനൊന്നും മഴയത്ത് നടക്കാൻ പറ്റില്ല കേട്ടോ. മഴയത്ത് ഇതിനൊക്കെ ഫുള്ള് വെള്ളമായിരിക്കും. ഇതുണ്ടോ, ഇതാണ് റോഡിനടുത്തി. അടുത്ത് തന്നെയാണ്, പക്ഷേ ഇതിനൊക്കെ ഫുള്ള് വെള്ളമായിരിക്കും മഴയത്ത്. വീട്ടിൻ്റെ അടുത്തി മുത്തുക്കാൻ്റെ വീട് ഇതാ അവിടെ കാണുന്നു. അത് മുത്തുക്കാൻ്റെ വീട്. ഞാൻ എന്താ എൻ്റെ വീടിനടുത്തല്ലേ. മുത്തുക്കാൻ്റെ വീട് എൻ്റെ വീടും അപ്പുറത്തിപ്പുറത്താട്ടോ. തൊട്ടപ്പുറത്താണ് മുത്തുവിൻ്റെ വീട്, എൻ്റെ വീട് അതിൻ്റെ നേരെ മുകളിൽ. അവിടെയാണ് എൻ്റെ വീട്. കൊണ്ട് മരം കൊണ്ട് കാണാനില്ല. പണ്ടൊന്നും റോഡ് ഇങ്ങനെയല്ല കേട്ടോ. ഇവിടെയൊക്കെ ഫുള്ള് പാറ മുകൾക്കുള്ള കോൺക്രീറ്റ് ആണ് ഇതൊക്കെ. ഉണ്ടോ ഇത് ഒപ്പത്തിനിട്ടതാണ്. ഇവിടെയൊക്കെ സ്ലോപ്പ് അടിച്ച് ഒരേ ലെവലിൽ ഇട്ടതാണ്. ഇവിടെയൊക്കെ മൊത്തം പാറയാണ്, ഫുള്ള് പാറയാണ്. ആ പാറയാണ് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ. ഇവിടെ കണ്ടത് ഒപ്പത്തിനിട്ടതാണ്. പക്ഷേ ഇപ്പോൾ ഒരു 2 ഇഞ്ച് കനത്തിന് പൊങ്ങി, പാറ വീണ്ടും പൊങ്ങി. ആ പൊങ്ങിയതിൽ റോഡും പൊട്ടി. ഇതിനൊക്കെ പൈപ്പ് ലൈൻ്റെ കണക്ഷൻ വന്നിട്ടുണ്ട്, പക്ഷേ ഒന്നും കണക്ട് ചെയ്തിട്ടില്ല. അപ്പുറത്തെ റോഡിൽ കൂടെ ഉള്ളതിലൊക്കെ വെള്ളം ചാലുപോയി. പക്ഷേ ഒന്നും ആയിട്ടില്ല. ഞാൻ വീട്ടിൻ്റെ ഫ്രണ്ടെത്തി. എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് തന്നെ അവസ്ഥ കണ്ടോ. ഈ പാറ
ആരെ തൂപ്പ് പൊട്ടി വെച്ചു. ഇത് ഇവിടുന്ന് പൊളിക്കാട്ടോ. ഈ കല്ല് ഇവിടെ ഉണ്ടാകുന്ന വഴി ഉണ്ടായിരുന്നില്ല, ഒക്കെ ഫുള്ള് പാറ. പൊട്ടിക്കാനും പറ്റാത്ത അവസ്ഥയാണ്. എന്താ വെച്ചാൽ അവിടെയും വീട്, ഇവിടെയും വീട്, അപ്പുറത്തും വീട്, അപ്പുറത്തൊക്കെ വീടാ. അപ്പോൾ പൊട്ടിക്കാൻ പറ്റൂല ഈ പാറ. പിന്നെ എന്താ പറയുക, ഇത് വല്ലാണ്ട് പൊങ്ങുന്നില്ല. ഞാൻ ജനിച്ച മുതലേ ഇങ്ങനെ തന്നെ ഈ പാറ. ഇത് വല്ലാണ്ട് പൊങ്ങിയിട്ടില്ല, അതുകൊണ്ട് കുറേ കഴിച്ചിലായി.